Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഇതിന് തൊട്ട് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമാണ് റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സുകളും ന്യൂസുകളും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. തുടക്കം തന്നെ നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.2 പുതിയ RC റിലീസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. RC എന്ന് ഉദ്ദേശിക്കുന്നത് റിലീസ് കാൻഡിഡേറ്റ് ആണ്. ഇപ്പോൾ ഡെവലപ്പർ ബീറ്റ, പബ്ലിക് ബീറ്റ എന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഈ ബീറ്റ ടെസ്റ്റേഴ്സിന് ഏകദേശം ഒരു 2 to 3 days അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ ഒഫീഷ്യൽ അപ്ഡേഷൻ അവർക്ക് ലഭിക്കും. അവർക്ക് ഈ ഒരു അപ്ഡേഷൻ ലഭിച്ച് ഈ പറഞ്ഞ ടെസ്റ്റുകളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പബ്ലിക്കലി ഈ ഒരു അപ്ഡേഷൻ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുള്ളൂ. സോ ആ ഒരു അപ്ഡേഷനെയാണ് RC റിലീസ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ അപ്ഡേഷൻ തന്നെയാണ്. അത് തൊട്ട് മുമ്പ് കുറച്ച് നാൾക്ക് മുമ്പ് ഈ പറഞ്ഞ ഡെവലപ്പേഴ്സിനും പബ്ലിക് ബീറ്റ യൂസേഴ്സിനും ലഭിക്കുന്നുണ്ട്. സോ ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. വാച്ചിനും മാക്കിനും എല്ലാത്തിനും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നുകൊണ്ട് തന്നെ ഒഫീഷ്യൽ അപ്ഡേഷൻ iOS 18.2 ഒഫീഷ്യൽ അപ്ഡേഷൻ ഈ ഒരു മാസം 9-ാം തീയതി ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രാത്രി 10:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രാത്രി 10:30 ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കുമെന്ന് നമുക്കറിയാൻ പറ്റിയത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഇമേജ് പ്ലേഗ്രൗണ്ട്, അതേപോലെ ജെമോജി, ആപ്പിളിലെ കുറേ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്. മ്യൂസിക് കൺട്രോൾസ് നമുക്ക് ലോക്ക് സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കുറേയധികം കസ്റ്റമൈസേഷൻ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഈ ഓരോ അപ്ഡേഷൻസും എല്ലാ കൂട്ടുകാർക്കും കറക്റ്റായിട്ട് അറിയാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഓരോ അപ്ഡേഷൻ റിലീസ് ആകുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ റിലീസാവും, അല്ലെങ്കിൽ അത് എയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം, മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഈ പറഞ്ഞ അപ്ഡേഷനിൽ വന്ന ഫണ്ടമെൻ്റൽ മാറ്റം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ 2024 അവസാനിക്കാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ മ്യൂസിക് യൂസേഴ്സിന് റീപ്ലേ 2024 എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഞാൻ പേഴ്സണലി എപ്പോഴും എല്ലാവരോടും പ്രിഫർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, മ്യൂസിക് ആപ്ലിക്കേഷനാണ് ആപ്പിൾ മ്യൂസിക് എന്ന് പറയുന്നത്. അത് ഞാൻ ആപ്പിൾ യൂസറായിട്ട് മാത്രം പറയുകയല്ല, സ്പോട്ടിഫൈ ആയിക്കോട്ടെ, വേറെ ഏത് ആപ്ലിക്കേഷൻ ആയാലും നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക്കിൽ ലഭിക്കുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് മ്യൂസിക് വേറെ ഒന്നിലും, ഇപ്പോൾ യൂട്യൂബ് മ്യൂസിക് ആയിക്കോട്ടെ, വേറെ ഒന്നിലും നിങ്ങൾക്ക് ലഭിക്കില്ല. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, ടോപ്പ് ക്വാളിറ്റി ആർട്ടിസ്റ്റുമാർ വരെയും ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക് ബെസ്റ്റാണെന്നാണ് പറയുന്നത്. കാരണം ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള സൗണ്ട് ക്വാളിറ്റിയും ബാക്കി കാര്യങ്ങളും ലഭിക്കും. ഇനി ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ 2024 നിങ്ങൾ കേട്ട എല്ലാ ട്രാക്കുകളായിക്കോട്ടെ, പ്ലേലിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് ഈ ഒരു റീപ്ലേ പോലെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ലഭിക്കും. സോ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് നമ്മുടെ എവിക്കയുടെ കുറേയധികം അടിപൊളി പ്ലേലിസ്റ്റുകൾ റിലീസ് ചെയ്യാറുണ്ട്. ട്രെൻഡിങ് ആയ പാട്ടുകൾക്കും അതേപോലെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു പ്ലേലിസ്റ്റും, നിങ്ങൾക്ക് ഈ പറയുന്ന ചില്ല് ചെയ്യുമ്പോൾ ഇടാൻ പറ്റിയ പാട്ടുകളും, അതേപോലെ മോർണിംഗ് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഇടാൻ പറ്റിയ പാട്ടുകളും, ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ കുറച്ചധികം ഹാൻഡ് പിക്ഡ് അല്ലെങ്കിൽ സെലക്ട് ആയ കുറേ ട്രാക്കുകളും, ഇതിനെല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഒരു ആപ്പിൾ മ്യൂസിക് യൂസർ ആണെങ്കിൽ ഈ ഓരോ പ്ലേലിസ്റ്റും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നല്ല രീതിക്ക് യൂസ്ഫുൾ ആവും. അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോം പോഡ് മിനിയിൽ 2025 ഒരു സ്ക്രീൻ വരുമെന്നാണ് മിഞ്ചിക്കോട് റിപ്പോർട്ട് അനുസരിച്ച് ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ ഒരു സ്ക്രീൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂസിക് കൺട്രോൾസും അതേ ബാക്കി കുറേ കാര്യങ്ങളും ഈ പറഞ്ഞ ഹോം പോഡിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കുറച്ചധികം ടച്ച് റെസ്പോൺസുകളും ബാക്കി കാര്യങ്ങളും വന്ന് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആവും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഇപ്പോൾ നമുക്ക് സിറി ഉപയോഗിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ വോയിസ് കമാൻഡ് കൊണ്ട് മാത്രമാണ് ഹോം പോഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് ഈ പറഞ്ഞ ടച്ച് കൺട്രോളും കൂടെ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് മാറും. ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് എബ്രോഡുള്ള കൂട്ടുകാർക്കാണ്. കാരണം ടെസ്ല ആപ്ലിക്കേഷൻ ഇനി മുതൽ നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിലും ലഭിക്കും. ഈ പറഞ്ഞ ടെസ്ല ആപ്പ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഫോണുകളിൽ അവൈലബിൾ ആയിരുന്നു. ഇനി മുതൽ വാച്ചിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാറിൻ്റെ ചാർജ്, അതേപോലെ ഓൺ ഓഫ് ചെയ്യാനുള്ള ചില സ്വിച്ചുകളും ബാക്കി കാര്യങ്ങളും വരുന്നുണ്ട്. എന്നിങ്ങനെ കുറേ പുതിയ അപ്ഡേറ്റ് ആയ ആപ്ലിക്കേഷൻ ആപ്പിൾ വാച്ചിൽ ടെസ്ല റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ആപ്പിൾ വാച്ച് യൂസേഴ്സിന് പുറത്ത് ടെസ്ലയുള്ള കൂട്ടർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ കൊടുക്കുക. അവർക്കിതൊരു പുതിയ ഇൻഫർമേഷൻ തന്നെയായിരിക്കും. അതോടൊപ്പം അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ
ആപ്പിളിൻ്റെ ചിപ്സെറ്റ് TSMC ആണ് ഉണ്ടാക്കുന്നത്. അറിസോണയിലുള്ള TSMC ആണ് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ചിപ്സെറ്റ് റെഡിയാക്കുന്നത്. 2026-27 ആ ഒരു സമയമാകുമ്പോഴത്തേക്കും 2 നാനോമീറ്ററിൻ്റെ ചിപ്സെറ്റിലേക്ക് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ചിപ്പ് ചെറുതാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 5 നാനോമീറ്റർ ചിപ്പിന് 2 നാനോമീറ്റർ ചിപ്പ് എന്ന് പറയുമ്പോൾ അത്രയും ചെറിയൊരു സൈസ് ഫോം ഫാക്ടറിലേക്ക് ആപ്പിളിൻ്റെ ചിപ്സെറ്റ് കുറയും. അതും ഈ പറഞ്ഞ പെർഫോമൻസോ ബാക്കി ഒരു കാര്യങ്ങളോ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ. നമുക്കറിയാവുന്ന പോലെ ചിപ്സിൻ്റെ സൈസ് കുറയുമ്പോൾ ഹീറ്റിങ്ങും ബാക്കി കുറേ കാര്യങ്ങളെല്ലാം മാറി മറിയും. കാരണം ഹീറ്റ് ചിലപ്പോൾ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഓരോ കാര്യങ്ങളും കറക്റ്റ് ട്രാൻസിസ്റ്റേഴ്സും അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഓരോ ന്യൂറൽ കോറായിട്ടുള്ള കുറേയധികം കാര്യങ്ങളെല്ലാം ഈ ഒരു 2 നാനോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് ചുരുക്കണം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ iPhone 17 എയർ എന്ന് പറഞ്ഞ പുതിയ ഡിവൈസ് വരുന്നുണ്ട്. അത് നല്ല സ്ലിം ആയിരിക്കും, സിം ട്രേ ഉണ്ടാവില്ല, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ആപ്പിളിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഏറ്റവും തിന്നായിട്ടുള്ളൊരു ഡിവൈസ് നമുക്ക് നൽകണം, അല്ലെങ്കിൽ കസ്റ്റമറിന് നൽകണം എന്ന് തന്നെയാണ്. അതിൻ്റെ ഓരോരോ ചെറിയ ചെറിയ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞ പോലെ iPhone 17 കുറച്ചുകൂടി തിന്നാക്കും. സോ ആ തിന്നാക്കുന്നതനുസരിച്ച് തന്നെ അവരുടെ ചിപ്സെറ്റും ചെറുതാക്കും. ആ ചിപ്സെറ്റ് ചെറുതാക്കുമ്പോൾ അടുത്ത വരുന്ന ഓരോ ഡിവൈസും പിന്നെയും നന്നായിട്ട് തിന്നാക്കാൻ ആപ്പിളിന് പറ്റും. ഞാൻ ആ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ എന്തായാലും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. iPhone 17 എയർ എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ഡിവൈസ് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം ന്യൂസുകളേ ഉള്ളൂ, എന്നാലും കറക്റ്റായിട്ട് റെഗുലർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായിട്ട് ന്യൂസ് ഫോളോ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ തൊട്ടതാകത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ട്വിറ്റർ എന്നീ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yabin Xavier signing from Evika.